എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക്. ഇന്ദ്രജിത് സുകുമാരൻ പോലീസ് വേഷത്തിലെത്തുന്ന ധീരം എന്ന ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തു. ചിത്രത്തിലെ മുഴുവൻ താരങ്ങളെയും അവതരിപ്പിക്കുന്ന രീതിയിലാണ് പുതിയ പോസ്റ്റർ എത്തിയിരിക്കുന്നത്. നവാഗതനായ ജിതിൻ ടി സുരേഷ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. റെമോ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ റെമോഷ് MS, മലബാർ ടാക്കീസിന്റെ ബാനറിൽ ഹാരിസ് അമ്പഴത്തിങ്കൽ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രം ഓഗസ്റ്റിൽ തിയേറ്ററുകളിലെത്തും. ഏറ്റവും പുതിയ ചിത്രമായ കോലാഹലത്തിലെ എട്ടിൻ പണി എന്ന് തുടങ്ങുന്ന ഗാനം റിലീസ് ചെയ്തു. മലയാളികൾക്ക് ലഭിച്ചിരിക്കുന്ന മനോഹരമായ ഗാനങ്ങളിൽ ഒന്നാണിത്. വിഷ്ണു ശിവശങ്കർ സംഗീതം നൽകിയ ഗാനത്തിന് വരികൾ എഴുതിയത് ഗണേഷ് മലയത്താണ്. ചിത്രം ജൂലൈ 11 തിയേറ്ററിൽ റിലീസ് ചെയ്യും. വിജയ് സേതുപതിയുടെ മകൻ സൂര്യ സേതുപതി ആദ്യമായി നായകനായി എത്തുന്ന ചിത്രം ഫീനിക്സിന്റെ ട്രെയിലർ പുറത്ത്. ആക്ഷൻ കൊറിയോഗ്രാഫർ അനിൽ അരശ് സംവിധാനം ചെയ്ത ചിത്രം ജൂലൈ 4 തിയേറ്ററുകളിൽ എത്തും. ആക്ഷൻ രംഗങ്ങളിൽ സമ്പന്നമായ ചിത്രം AK ബ്രേവ് മാൻ പിക്ചേഴ്സ് ആണ് അവതരിപ്പിക്കുന്നത്. മികച്ച കളക്ഷൻ നേടി ധനുഷ് ചിത്രം കുബേര. 107 കോടി രൂപയിലധികം ആഗോള ഗ്രോസ് കളക്ഷനും വിദേശത്ത് മാത്രമായി ഇതുവരെ 26.5 കോടിയോളം ചിത്രം നേടി. ചിത്രത്തിന് കേരളത്തിലും മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത്. ആദ്യ ദിനം 30 കോടിയോളം സ്വന്തമാക്കിയ ചിത്രം രണ്ടാം ദിവസം തന്നെ 50 കോടി ക്ലബിലും ഇടം പിടിച്ചു. ധനുഷിനൊപ്പം തെലുങ്ക് സൂപ്പർ താരം നാഗാർജുനയും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. രശ്മിക മന്ദാനയാണ് ചിത്രത്തിലെ നായിക. ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ആര് പറയും ആരാദ്യം പറയും എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസായി. ജൂലൈ അവസാനമാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നത്. ദുബായ്, പാലക്കാട്, കോഴിക്കോട് എന്നിവിടങ്ങളിലായിരിക്കും ചിത്രത്തിന്റെ ലൊക്കേഷൻ. വിജയ് സേതുപതിയും നിത്യ മേനോനും ഒന്നിക്കുന്ന തമിഴ് ചിത്രം തലൈവൻ തലൈവയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം ജൂലൈ 25 തിയേറ്ററുകളിലെത്തും. പാണ്ഡ്യരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിനായുള്ള ടീസറും പുറത്തിറക്കി. മറ്റു വാർത്തകളിലേക്കാണ്. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ 2 കുട്ടികളുടെയും മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. 2 കുട്ടികളെയും അമ്മ അനീഷ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് FIR. സംഭവത്തിൽ